എന്നല്ലാതെ കഴിയില്ല. മധ്യവർത്തിയൊന്നുമില്ല. ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി തയ്യാറായി. മാപ്പിളക്കുട്ടിയെ എനിക്ക് മുസ്ലിം ആകേണ്ടിയിരുന്നു. എന്താ മുസ്ലിം ആകാൻ കാരണം? ഇസ്ലാമിക്കാരൻ്റെ പ്രസംഗം കേട്ടിട്ട് മധ്യവർത്തികളില്ലാത്ത ഇസ്ലാം, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഇസ്ലാം, മധ്യവർത്തികളും ഇടയാളന്മാരുമില്ലാത്ത ഇസ്ലാം, ആ ശുദ്ധനമായ ഇസ്ലാമിൻ്റെ വാതായനങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പാകെ മലർക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജാറങ്ങൾ പാടില്ല, മധ്യവർത്തികൾ പാടില്ല, ഇടയാളന്മാർ പാടില്ല, അവയ്ക്ക് മുമ്പിലൊന്നും നാം ഒന്നും അർപ്പിക്കേണ്ടതില്ല, എല്ലാം അള്ളാഹുവിലാണ് എന്നൊക്കെ പറഞ്ഞ് വമ്പം പ്രസംഗം നടത്തി. അത് കേട്ടിട്ട് ഇന്നാ ആ രീതിയിലുള്ളൊരു ഉടമസ്ഥനിലേക്ക് പോകാലോ എന്ന് കരുതിയിട്ട് ഈ സാധു ഒന്ന് മാപ്പിളക്കുട്ടിയെ മുസ്ലിം ആകണമല്ലോ. മുസ്ലിമാണോ? ആ മുസ്ലിമാണ്. നിങ്ങൾ പറഞ്ഞ ആ ഇസ്ലാമിക്ക്, അള്ളാഹുവിലേക്ക് നേരെ പോണേ, ഇടയാളന്മാരില്ലാത്ത, മധ്യവർത്തികളില്ലാത്ത, ഇടയിൽ വേറൊരുത്തൻ്റെയും പ്രവേശമില്ലാത്ത ആ രീതിയിലുള്ളൊരു ഇസ്ലാമിലേക്ക് എന്നവര് കെലിമ ചെല്ലണം. എന്നാ ചൊല്ലിത്തരും മാപ്പിളെ? ചൊല്ലിക്കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിക്കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചപ്പോ ആളിങ്ങനെ വളരെ ഗംഭീരമായി, വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ കേട്ടു നിന്നു. വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് മുസ്ലിം ആകൂല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. ഇയാൾ ചോദിച്ചു, അതെന്തിനാ പറയണം മാപ്പിള കുട്ടി? അതപ്പോ അള്ളാന്റെ അടുത്തേക്ക് നേരിട്ട് പോണ പരിപാടിയല്ലേ? ആണ്, പക്ഷേ അങ്ങനൊന്നും പറയണം. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് എനിക്കറിയാം, അതെന്തിനാ പറയണേ? മുസ്ലിം ആകണമെങ്കിൽ അത് പറയണമെന്ന് എന്തിന്? അത് തുടക്കത്തിലാവുമ്പോ അത് പറയണം. അതെനിക്കറിയാലോ, അതറിഞ്ഞിട്ടല്ലേ ഞാൻ ഈ ദീനിലേക്ക് വരാൻ വേണ്ടി സന്നദ്ധമായത്. അതെന്തിന് ഈ ദീനിൽ പ്രവേശിക്കാൻ വേണ്ടി അത് പറയണമെന്ന് പറയുന്നു? അത് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ ഉറപ്പിക്കണം. അതെന്തിന്? അത് ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ടില്ല കേട്ട് ചെല്ലാൻ പറ്റൂലേ. ഇവ ഉറപ്പിക്കണ്ടെന്നാ അത് മതിയാർന്ന് കുത്തിരുന്നിട്ട് കാര്യല്ല. വിവരക്കേടിന്റെ കൂടാര പൂജകരായി ഇസ്ലാമിനെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന വൃത്തികെട്ട വിഭാഗമായി വഹാബി പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഇസ്ലാമിന്റെ പ്രവേശത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിശുദ്ധമായ കലിമയിലൂടെ ബോധ്യപ്പെടുന്നില്ല കൂട്ടരെ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ അവനോട് വിശദീകരിച്ചു കൊടുത്ത്, അത് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇങ്ങനെ ഒരാളുണ്ട് എന്നങ്ങനെ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് ഏതായാലും എന്നാ ഒരു വട്ടാണ് പറയാം, മനസ്സിൽ ഉറപ്പിക്കാന്നൊക്കെ കരുതി. അത് കഴിഞ്ഞ പാടെ പള്ളിയിൽ നിന്ന് വെളിയാളം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ സാധു ആ കേൾക്കണ്? അതേ, അത് ബാങ്ക്. അതങ്ങനെ. എന്തിനത്? ഒരു ഇടയാളൻ എന്തിന്? ഒരു മനുഷ്യപുത്രനെ എന്തിന് വിളിച്ചു പറയണം? എന്തിനു പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുല്ലാഹ് പോരെ? നല്ല മുദ്രാവാക്യല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഖുർആനു കിതാബുല്ലാഹ്. നല്ല മുദ്രാവാക്യങ്ങളില്ലേ? ഇല്ലായിട്ട് കുടുങ്ങിയിട്ടാണെന്ന് പറയാൻ വയ്യല്ലോ. ഇസ്ലാമിക്കാണ് വരാൻ പറ്റൂല, വഹാബിസത്തേക്ക് പറ്റുമോ? അല്ലാഹു അഅലം, നിങ്ങൾ തീരുമാനിച്ചോളി. ബാങ്കിൽ ഈ മധ്യവർത്തിയെ മാറ്റി നിർത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ നിസ്കാരം പഠിപ്പിച്ചെടുത്തു. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? മുനാജാത്തു റബ്ബിൽ ആലമീൻ, ജഗനിയന്താവായ പടച്ച തമ്പുരാനുമായുള്ള സ്വകാര്യ സംഭാഷണമാണ്. അങ്ങനെ സംഭാഷണം ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് അത്തഹിയാത്തെത്തി. അള്ളാഹിനോട് ഇങ്ങനെ പറയാ, അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതു തയ്യിബാതു ലില്ലാഹ്. അള്ളാഹിനോട് ഇങ്ങനെ സ്വകാര്യം പറയട്ടോ, മുനാജാത്ത്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതു തയ്യിബാതു ലില്ലാഹ്, അസ്സലാമു അലൈക. സ്വകാര്യത്തിന്റെ ഇടയ്ക്ക് ഒരു കട്ട്.
ഇങ്ങോട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ആരേറ്റാ സ്വകാര്യം? ആരേറ്റാ സംഭാഷണം? ആരേറ്റാ വർത്താനം പറയണത്? ജഗനിയന്താവുമായ പടച്ച തമ്പുരാനേറ്റ് പരസ്യമായിട്ടാ സ്വകാര്യമായിട്ട്? സംഭാഷണത്തിൽ പോലും പടച്ച തമ്പുരാനുമായി സംസാരിക്കുമ്പോ പരിശുദ്ധ റസൂലിനെ മാറ്റി നിർത്തിയാൽ നിന്റെ നിസ്കാരം അല്ലാഹുവുമായുള്ള മുനാജാത്തല്ല, നിസ്കാരമല്ല. എന്തു പറയും വഹാബികൾ? നിങ്ങളൊന്ന് വിശദീകരിക്കും. ഒരു പോസ്റ്റ്മാന്റെ റോളിലാണോ അങ്ങനെ ഈ മെസ്സേജ് എത്തിക്കാൻ? മെസ്സഞ്ചർ ആണോ? നിസ്കാരത്തിൽ കഴിഞ്ഞില്ല. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആമുഖമായി നിങ്ങളുടെ ബേസ് ശരിയല്ല, നിങ്ങളുടെ അടിസ്ഥാനം ശരിയല്ല, മലിനമായ അടിസ്ഥാനത്തിൽ അധിഷ്ഠിതമാണ് വഹാബിസം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ആലോചിക്ക, ആഖിറം വെളിച്ചാകാനുള്ള രക്ഷപ്പെടാനുള്ള മാർഗാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിന് ഉപോത്ബലകമായ ആശയങ്ങളല്ലാതെ സാധുക്കളെ വൃത്തികെട്ട ആദർശത്തിലേക്ക് കൊണ്ടുപോയാൽ സ്വയം നശിക്കുകയും ആയിരങ്ങളെ നശിപ്പിക്കുകയും ചെയ്ത ഏറ്റവും വലിയ നികൃഷ്ട ജീവികളായി നിങ്ങൾ മാറരുതേ എന്ന ആഗ്രഹം കൊണ്ടാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ഹുജറാത്ത്, യാ അയ്യുഹല്ലദീന ആമനു لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഇടയാളന്മാരില്ലാത്ത ലോകത്തെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ വചനം ഇടയാളനിലേക്ക് തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് എന്ന് തോന്നിപ്പിക്കും വിധമല്ലേ? എന്താ അല്ലാഹ് പറഞ്ഞത്? ഇതൊരു മെസ്സേജ് കൊണ്ടെത്തിക്കാനുള്ള ഒരു പോസ്റ്റ്മാൻ ആണ് എന്നാണോ റസൂലിനെ കുറിച്ച് പറഞ്ഞത്? അല്ല. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പോകരുത്. അതിപ്പോ ശരിയല്ലേ? ഇങ്ങനെ ഒരു മെസ്സേജ് എത്തിച്ച അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്ന ഒരാളാകുമ്പോ കൂടുതൽ ശബ്ദത്തിൽ അദബ് കേട് പാടില്ല എന്ന് നാം വ്യാഖ്യാനിച്ചേക്കാം. വീണ്ടും അള്ളാഹു പറയുന്നു, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅ്ലികും ലിബഅ്. നിങ്ങൾ പരസ്പരം ഒച്ച വെക്കുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഒച്ച വെക്കരുത്. ശരിയാണ്, ഒരു ഉസ്താദൊക്കെ ആവുമ്പോൾ വല്ലാതെ ഒച്ച വെക്കാൻ പാടില്ലല്ലോ. കഴിഞ്ഞില്ല. ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇങ്ങനെ ശബ്ദം വെച്ചാൽ നിങ്ങളുടെ അമലുകൾ മുഴുക്കെ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയുക പോലും ചെയ്യില്ല. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ഹജ്ജ് പരിശുദ്ധ നബിയുടെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തിയാൽ അത് പൊളിഞ്ഞു പോകുന്നത് നീ പോലും അറിയില്ല. വർഷങ്ങളോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സുജൂദ് ചെയ്ത അർദ്ധരാത്രിയിൽ നീ ചെയ്ത സുജൂദ് പൊളിഞ്ഞു പോകുന്നത് നീ അറിയില്ല. എന്തേ ചെയ്തു? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് ശബ്ദമുയർത്തി. പടച്ച തമ്പുരാനെ ധിക്കരിച്ചോ? ഇല്ല. അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞോ? ഇല്ല. റസൂലെ നിങ്ങൾ ശരിയല്ല പറയുന്നത് എന്ന് അങ്ങോട്ട് പ്രതിഷേധിച്ച് പറഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമൊന്ന് ഉയർത്തി എന്ന ഒരൊറ്റ കാരണത്താൽ ചെയ്തു പോയ സർവ്വ അമലുകളും പൊളിഞ്ഞു പോകും. ആ വിധത്തിൽ ഇടയാളനെ അള്ളാഹു സ്ഥാപിക്കാൻ, ആ രീതിയിലൊരു മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? കഴിഞ്ഞില്ല, ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല. ഈ പ്രവാചകനെ വിശുദ്ധ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം എങ്ങനെയാ സ്വഹാബികൾ കണ്ടത്. ഹദീസ്, ലമ്മ ഖദിംനൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് വരുമ്പോ
നതബാദറു മിൻ റവാഹിലിനാ ഫനുഖബ്ബില യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിജ്ലഹു. മദീനയിലേക്ക് ഞങ്ങൾ വരുമ്പോ പരിശുദ്ധ റസൂലിന്റെ കൈകൾ ഞങ്ങൾ പോയിട്ട് ചുംബിക്കും, ഉമ്മ വെക്കും. കഴിഞ്ഞില്ല, വരിജ്ലഹു, നബിയുടെ കാലും ഞങ്ങൾ ഉമ്മ വെക്കും, ചുംബിക്കും. ഈ കാലത്താണെങ്കിൽ എന്തു പറയും? ഒരാളിങ്ങനെ നിൽക്കുക, എന്നിട്ട് ആളുകളൊക്കെ അയാളെ കൈ പിടിച്ച് ചുംബിക്കുന്നു. അത് കാണുമ്പോ കയ്യല്ലേ, പ്രശ്നമാക്കണ്ട. അത് കഴിഞ്ഞിട്ട് കാല് ചുംബിക്കുന്നു. കാല് ചുംബിക്കുന്ന രംഗം നോക്കാൻ നിങ്ങൾ അണ്ട് പോയിട്ട് എന്റെ കാലിന് കാട്ടിക്കാരന് വലിച്ചു പൊന്തിച്ച് അയിമ ചുംബിച്ച ആള് കരണം കുത്തി ഊക്കൂലേ? അങ്ങനെയല്ല. കാല് ചുംബിക്കണമെങ്കിൽ പതുക്കെ ചെന്ന് അയാളുടെ മുമ്പാകെ ചെന്ന് ഇരുന്ന് പതുക്കെ ചെന്ന് അതോട് കൂടെ പോയിട്ട് ഉമ്മ വെക്കുക കാലുമ്മേ. വ്യക്തിപൂജ അല്ലേ, പാദപൂജ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? പരിശുദ്ധ സ്വഹാബത്ത് ഈ രീതിയിൽ കൈയും കാലും മുത്തിയപ്പോ പരിശുദ്ധ റസൂൽ സ്വർഗം പഠിപ്പിക്കാൻ വേണ്ടി വന്ന വിജയത്തിന്റെ രഥ വരച്ചിടാൻ വേണ്ടി വന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താടോ വ്യക്തിപൂജ കാണിക്കുന്നു? ഞാനെന്താ ദൈവമാണോ? എൻ്റെ കാല് ചുംബിക്കുകയോ കാലിൽ ഉമ്മ വെക്കുകയോ അന്തമില്ലടോ, തൗഹീദ് അറിയില്ലേ? നിങ്ങളൊക്കെ എന്നാ ശിർക്ക് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് ആ കാലുകൊണ്ട് ചിറിക്ക് തട്ടല്ലായിരുന്നു, മറിച്ച് മനോഹരമായി നിന്നുകൊടുത്തു. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് കാലിൽ ഉമ്മ വെച്ചുകൊണ്ട് ഈമാനിന്റെ ചൈതന്യം ചേർത്ത് വെക്കുന്ന ഉമ്മത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യം പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു പറയും വഹാബി? ഖുർആൻ വെച്ച് തിരുസുന്നത്ത് വെച്ച് നിങ്ങൾ വന്നിട്ടൊന്ന് വിശദീകരിക്കുക അല്ലേ? നിങ്ങള് കസ്തല്ലാനിക്കും പോണ്ട, മറ്റേ വിടുക്കും പോണ്ട, ഖുർആനും സുന്നത്തും പിടിക്കുങ്ങള്. നിങ്ങളങ്ങോട്ട് മണ്ടല കസ്തല്ലാനിക്ക്. ഖുർആനും സുന്നത്തും അതാണ് നിങ്ങളുടെ പ്രമാണം. അത് വെച്ചിട്ട് വിശദീകരിക്ക്. കഴിഞ്ഞില്ല. വീണ്ടും തിരുഹദീസ്, വല്ലാഹി മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ, മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർക്കിച്ച് തുപ്പിയില്ല. ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും, സ്വഹാബി വര്യന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിലാണ് അത് ചെന്ന് പതിക്കുക. കാർക്കിച്ച് തുപ്പുന്ന സമയത്ത് കയ്യാട്ടി സ്വീകരിക്കുക. അല്ലേ? വഹാബികൾക്കൊക്കെ 1000 കുതിരശക്തി ഉണ്ടായാലും പറയാൻ മടിക്കുന്ന പരിശുദ്ധ ഹദീസ് അല്ലേ? ഞങ്ങൾക്കതിൽ ബേജാറില്ല കൂട്ടരെ. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനുഭാവന്റെ ജീവിതത്തിൽ കണ്ട മഹിതമായ മാതൃകകൾ മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ അഭിമാനമാണ് ഞങ്ങൾക്ക്. ആരായി അഭിമാനത്തോടെ ഈ കാര്യം ചെയ്തത്? നമ്മളിത് പറയണല്ലുള്ളൂ. സച്ചരിതരായി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറയപ്പെട്ട അവരിൽ ആരെ അനുധാവനം ചെയ്താലും സന്മാർഗ ലബ്ധരായി എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫൈ ചെയ്ത സ്വഹാബി വര്യന്മാരാണ്. പുണ്യ റസൂൽ കാർക്കിച്ച് തുപ്പുമ്പോ കൈ കാട്ടിയിട്ട് ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, അതെടുത്തിട്ടുണ്ട് ഒരതിയിട്ട് മുഖത്തും ശരീരത്തിലും അതങ്ങ് തേക്കും അല്ലേ? ഈ കാലത്താണെങ്കിൽ ടെലിവിഷൻ കൊണ്ടുവന്ന് ആ രംഗം ഒപ്പിയെടുക്കും. എന്നിട്ട് വ്യക്തിപൂജ, ആൾ ദൈവം എന്ന് പറഞ്ഞിട്ട് ലോകത്തെ പരിചയപ്പെടുത്തും അല്ലേ? വ്യക്തികൾക്ക് സ്ഥാനമില്ലെന്നു, ഇടയാളന്മാരില്ലാത്ത ദീൻ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല.
മധ്യവർത്തികളില്ലാത്ത ദീൻ പരിശുദ്ധ റസൂൽ പരിചയപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്ക്. ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അറിയാൻ താല്പര്യത്വമുണ്ട് കൂട്ടരെ. ഉണ്ടോ? കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് തങ്ങളുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. കഴിഞ്ഞില്ല. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ്. ആരുടെ ഉമ്മമാർ? ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ മകളാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. മഹദി ആരുടെ പുത്രിയാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി. ആരുടെ ഭാര്യയാണ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ. ഈ ആയത്തിറങ്ങിയതോടുകൂടെ ആയിഷത്തു സിദ്ദീഖ എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ റളിയല്ലാഹു അൻഹു മകൾ വഅസ്വാജുഹു ഉമ്മഹാതുഹും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ സിദ്ദീഖുൽ അക്ബറിന്റെ ഉമ്മയായി മാറിയിരിക്കുന്നു. പുതിയ പുതിയ സംഗതികളല്ലേ കേൾക്കുന്നത്. കഴിഞ്ഞോ? സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ പ്രിയപുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ. ആരാ ഹഫ്സ റളിയല്ലാഹു അൻഹ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ്. ആരുടെ ഭാര്യയാണ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പാരാ? ഉമറുൽ ഫാറൂഖിന്റെ ഉമ്മയാണ് പുത്രിയായ ഹഫ്സ. ആര് പറഞ്ഞു? പടച്ചോൻ പറഞ്ഞു. ആര് പഠിപ്പിച്ചു? പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ദീനാണ് അള്ളാഹ് പഠിപ്പിച്ചത്. വ്യക്തികൾക്ക് ആലോചനക്കപ്പുറത്ത് എന്ന് ചിന്തിക്കാവുന്ന രീതിയിലുള്ള പ്രാധാന്യം പരിശുദ്ധ റസൂൽ ഭാര്യയായി സ്വീകരിച്ചു എന്ന കാരണത്താൽ മകളെ പിടിച്ച് ഉമ്മയാക്കുന്ന പാരമ്പര്യം, അതാണ് ഖുർആനിന്റെ പാരമ്പര്യം. സ്വന്തം മകളായ ഹഫ്സയെ ഉമ്മയാണെന്ന് അംഗീകരിച്ചാലേ ഖുർആൻ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കാൻ ഉമറുൽ ഫാറൂഖിന് സാധിക്കുകയുള്ളൂ. അല്ലേ? നിങ്ങൾ നിന്ന് ഉടമ അടിമ അടിമ ഉടമ ഉടമ അടിമ എന്നിങ്ങനെ ദിക്റ് ചൊല്ലിയോണ്ട് കാര്യമുണ്ടോ കൂട്ടരെ? പടച്ചോൻ പഠിപ്പിച്ച ദീന് പഠിക്കണ്ടേ? അവസാനിച്ചോ? വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് യദുല്ലാഹി ഫൗക ഐദീഹിം. പരിശുദ്ധ റസൂൽ ഇവരനങ്ങിയാ പറയും. അതാ മൗലൂദിന്റെ കിതാബിൽ അദ്വൈതാണ്. ഇവരൊക്കെ പടച്ചോൻ ചമയാണ്. അള്ളാന്റെ പോസ്റ്റിക്കണ്ട് കേറാണ്. ആരാണ് കേറ്റിയത്? അദ്വൈത സിദ്ധാന്തം ആരാ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആക്ഷേപിക്കുന്ന സിദ്ധാന്തം, ഇനി അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞ പുതിയേറ്റ് വരണ്ട. അള്ളാഹ് പറയാം, നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചിട്ട് ഇത് വന്നൊന്ന് വിശദീകരിക്ക്. എന്നിട്ട് പറ, മൗലിദിന്റെ കിതാബും മാലയും ശരിയാണോ അല്ലേ എന്ന്. ഖുർആൻ എടുക്ക്, തിരുസുന്നത്തെടുക്ക്. എന്താ പറഞ്ഞേ? ഇന്നല്ലദീന യുബായിഊനക. നബിയെ,
അങ്ങയെ ബൈഅത്ത് ചെയ്ത ആളുകൾ ഇന്നമാ യുബായിഊന അല്ലാഹുവിനെയാണ് ബൈഅത്ത് ചെയ്തിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്തപ്പോ അല്ലാഹ് പറയാണ്, നിങ്ങളെ ബൈഅത്ത് ചെയ്തില്ലേ, നിങ്ങളെല്ലാം ബൈഅത്ത് ചെയ്ത്, പിന്നെ ആരെയാ? അള്ളാനെയാണ് ബൈഅത്ത് ചെയ്തത്. ആരെ പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. അള്ളാഹ്ക്ക് ഈ പറയുന്നതിൽ പേടിയുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാ പേടി? വഹാബികൾക്ക്. എന്താ കാര്യം? കാര്യം തിരിഞ്ഞിട്ടില്ല അല്ലേ? കഴിഞ്ഞോ? പടച്ചോൻ പിന്നെ നിർത്തിയില്ല. യദുല്ലാഹി ഫൗക ഐദീഹിം, യദുല്ലാഹി ഫൗക ഐദീഹിം. ബൈഅത്ത് ചെയ്തപ്പോ അങ്ങയുടെ കൈ പിടിച്ചല്ലേ ബൈഅത്ത് ചെയ്തത്. യദുല്ലാഹി ഫൗക ഐദീഹിം. ആ ബൈഅത്ത് ചെയ്ത സഹാബികളുടെ മേലെ വെച്ച് നിങ്ങളുടെ കൈ ഉണ്ടല്ലോ, ആ കൈയിനെ കുറിച്ച് പറയാണ് യദുല്ലാഹ്, അള്ളാഹുവിന്റെ കൈയാണ്. ഫൗക ഐദീഹിം, അവരുടെ കൈയിന്റെ മുകളിലുള്ള ആ കൈ. എങ്ങനുണ്ട്? അദ്വൈതായോ? ഇത് അദ്വൈതമാണെങ്കിൽ പടച്ച തമ്പുരാനോട് പ്രതിഷേധിക്ക്. ഇത് അദ്വൈതമാണെങ്കിൽ ഈ ദീൻ വേണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോകാൻ വേണ്ടത്, അല്ലാതെ ഇത് അംഗീകരിക്കുന്നവരെ പിഴപ്പിക്കാൻ നടക്കല്ല വേണ്ടത്. വിശുദ്ധ ഖുർആൻ വെച്ച്, തിരുസുന്നത്ത് വെച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ അറിവുള്ള ഒന്ന് വിശദീകരിക്ക്. ഖുർആനും സുന്നത്തോട് പടിയിലങ്ങൾക്ക് പൂട്ടിന് തേങ്ങറിന മാതിരി ഖുർആനും സുന്നത്തും പറഞ്ഞ നടക്കാം. വേറെ ഒരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ ആൾക്കാർ കഴിഞ്ഞു. വിശുദ്ധ ഹദീസിൽ കാണാം, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറയുന്നതായി വിശദീകരിക്കുന്നു. മൻ ആദാലി വലിയൻ ഫഖദ് ആദംതുഹു ബിൽ ഹർബ് എന്ന് തുടങ്ങുന്ന ഹദീസിൽ കുറച്ച് ഭാഗം കഴിഞ്ഞ് ആ ഹദീസിൽ കാണാം, ഫൈദാ അഹ്ബബ്തുഹു വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു ഫൈദാ അഹ്ബബ്തുഹു. സുന്നത്തുകൾ ചെയ്ത് എന്നിലേക്ക് എൻ്റെ അടിമ അടുക്കും അല്ലേ? അടുക്കും. അടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്നോട് അടുത്ത്, അങ്ങനെ അവനുമായി ഞാൻ സ്നേഹബന്ധത്തിലായി. പടച്ച തമ്പുരാൻ പറഞ്ഞിരുക, പരിശുദ്ധ റസൂൽ വിശദീകരിക്കുക. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, കേൾക്കുന്ന കാത് ഞാനാകും. കാതാരാ? പടച്ചോൻ. ആരാ കാത്? അല്ലാഹ് പഠിപ്പിച്ചേരാ, പരിശുദ്ധ റസൂൽ പരിചയപ്പെടുത്തുക. വിശുദ്ധ ഹദീസിലുള്ളതാണ്, മാലയിലുള്ളതല്ല, മൗലിദിലുള്ളതല്ല. ഏത് മാലന്റെ മേലെ ഈ ഹദീസാണ് വെച്ചാ വഹാബി മുണ്ടൂല. എന്നാ ഒന്ന് എന്നിട്ട് പേരിങ്ങനെ പറയും, ലാ കണ്ണ ഇല്ലല്ല, ലാ ചെവി ഇല്ലല്ല എന്നൊക്കെയാ ബരദിക്കറും പരിഹസിക്കാൻ. ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? വന്നിട്ട് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് സലഫിന്റെ ആ വ്യാഖ്യാനാണ് പടിയും അല്ലേ? പടിയില്ലേ? വിശദീകരിക്കും. കുട്ടികളെ മനസ്സിലാക്കണ്ട, അതിന്റെ വ്യാഖ്യാനം അങ്ങനെയല്ല. വ്യാഖ്യാനല്ല പറയും, നേർക്കുനേരെ അർത്ഥം. ഒരു വ്യാഖ്യാനം നടത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? എന്നാ പിന്നെ മാലി അങ്ങനെ പറഞ്ഞ എങ്ങനെയാണെന്നാണ് വെച്ചാളി. ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്ക്, തിരുസുന്നത്ത് കൊണ്ട് വ്യാഖ്യാനിക്ക്. കഴിയോ? അപ്പോഴല്ല നിങ്ങൾ ആണത്തം പ്രകടിപ്പിച്ചു പറയാം. നിങ്ങളെ വിജ്ഞാനം ശരിക്കും വിളമ്പൽ അവിടെയല്ല കൂട്ടരെ അല്ലേ? അല്ലാതെ മുഖാമുഖ നാടകം നടത്തിക്കൊണ്ട് കാര്യമുണ്ടോ? സത്യസന്ധമായി ഉമ്മത്തിന്റെ മുമ്പാകെ, പരസ്യമായി പൊതുജനത്തിന്റെ മുമ്പാകെ വിശദീകരിക്കു വന്നിട്ട് ഈ ഹദീസ് പറയേ. എന്താ പരിശുദ്ധ റസൂൽ പറഞ്ഞത്? എന്താ പരിശുദ്ധ റസൂലിനോട് പടച്ച തമ്പുരാൻ പറയാൻ ആവശ്യപ്പെട്ടത്?
കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും. രണ്ട് പടച്ചോനായി. കേൾക്കണ ചെവി ഒരു പടച്ചോൻ അല്ലേ. വല്ലാ നീലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാവു തീരം നൽകും ഞാൻ എന്നോ. ഇനി കൂടുതൽ അങ്ങോട്ടോ വിളിക്കേണ്ട കാര്യമല്ല. അല്ലേ ഒന്നാണ് തോണ്ട പടച്ചോനെ അല്ലേ. നിങ്ങൾ വന്ന് വിശദീകരിക്ക്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞില്ല. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. കണ്ണ് ഞാനാകും. പടച്ചോ നാലായി, രണ്ട്. ഇനി നമുക്ക് വല്ല എവിടേക്കാണ് പോണ ചോദിക്കാന് അല്ലേ. മാത്രമല്ല വയദഹുല്ലതീ യബ്തിശു ബിഹാ, പിടിക്കുന്ന കൈ ഞാനാകും അല്ലേ. യദുല്ലാഹി ഫൗക അയ്ദീഹിം നേരത്തെ പറഞ്ഞല്ലേ ഖുർആനില്. നിങ്ങളെ കൈയിന്റെ മേലെ എന്റെ കൈയാണ്, അള്ളാന്റെ കൈ. നിങ്ങൾ പിടിക്കുന്ന കൈ ഞാനാകും. ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ. എന്താ പ്രശ്നം? പടച്ചോൻ കയ്യായക്കല്ലേ പിടുത്തം. എന്തെങ്കിലും പ്രശ്നം, തലപ്പാറക്കാർക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കയ്യാണ് നടത്തിക്കോളും പഠിച്ചോ. മറ്റേ പഠിച്ചോന് വേറെ. എത്ര പഠിച്ചോന. മാലല്ലത്, മൗലിദല്ലത്, സബീനല്ലത്, സുന്നികളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിണ്ടാക്കിയതല്ലത്. മറിച്ച് ലോകത്തെ നന്മയിലേക്ക് ക്ഷണിക്കാൻ, വിശുദ്ധ തൗഹീദ് പരിചയപ്പെടുത്താൻ വേണ്ടി ലോകത്തേക്ക് നിയോഗിതനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധനായ നാഥൻ പറഞ്ഞ് പഠിപ്പിച്ച ഉമ്മത്തിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞതാണിത് എന്ന് പറയും. കഴിഞ്ഞില്ല. വരിജിലഹുല്ലതി യംശി ബിഹാ, നടക്കുന്ന കാല് ഞാനാകും. ചെവി പടച്ചോന്, കണ്ണ് പടച്ചോന്, കയ്യ് പടച്ചോന്, കാല് പടച്ചോന്. എങ്ങനുണ്ട്? സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാര് പ്രശ്നം പറഞ്ഞു. ഇവരായിട്ട് നോക്കുമ്പോ ഇതാ മരുന്ന്. ആ ഖുർആൻ സുന്നത്ത് പറഞ്ഞ തിരിയുണ്ടല്ലോ, ഓൽക്ക് ഇതാണ്ട് ഇട്ടുകൊടുത്താൽ മതി. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ റൂട്ട്, നമുക്ക് പോകാനുള്ള ശരിയായ ദിശ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് 100% ധൈര്യമായി മൗലൂദ് ഓതിക്കൊണ്ടേ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി ഒരു വരിയല്ല 1/2 വരി കാണിക്കാൻ ഉമ്മ പെറ്റവരായി ആർക്കും കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ബോധ്യമുണ്ട്. സബീൻ എടുത്തുകൊണ്ട് സെൻസർ ചെയ്യണമൊന്നുമില്ല. 5 മൗലൂദ് അങ്ങനെയൊന്നുമില്ല. സർവ മൗലൂദ്, സർവമാലയും അല്ലേ. ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ അത്ര ധൈര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് നിങ്ങളൊരു വിശദീകരണം വെക്ക്. എന്നിട്ടൊന്ന് വിശദീകരിക്ക്. തലക്കുന്ന് A to Z വിശദീകരിക്ക്. പിന്നെ ഞങ്ങൾ വരാം. അപ്പൊ മനസ്സിലാവും വിഡ്ഢിത്തത്തിന്റെ ആഴം എത്രയാണ് എന്ന്. അടിസ്ഥാനപരമായി ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇടയാളന്മാരുള്ള മതമാണ്, മധ്യവർത്തികളെ അംഗീകരിച്ച മതമാണ്. അതിന്റെ അപ്പുറത്ത് ഇടയാളന്മാരില്ലാത്ത ഒരു മതം അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. മധ്യവർത്തികളില്ലാത്ത ഒരു മതം അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഈ സദസ്സിനെ ഗൗരവവഹമായി ബോധ്യപ്പെടുത്തുകയാണ്. 2, ആരാധനയിൽ ബിദഅത്ത് എന്ന് പറഞ്ഞു അല്ലേ. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതിൽ. ഇറത്തക്കബത്ത് ഞാൻ നേരത്തെ വായിച്ച ആ പദ്യം. ഇറത്തക്കബത്തു അലൽ ഖത
غير حسر وعدد لك أشكو فيه يا سيدي خير النبي ارتكبت على الخطأ ദോഷമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ അങ്ങയോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി അല്ലേ. അന്യായം പറയണ് വേണ്ട, നിങ്ങൾ പറയും പോലെ പൊറുക്കലിനെ ചോദിച്ചു തന്നെ. ഇതിലങ്ങനെയൊന്നുമില്ല. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ അഷ്കു പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല, അസ്തഗ്ഫിറുന്നല്ല, അഷ്കുവാണ്. പോട്ടെ, നിങ്ങൾ എന്നാലും പറയുന്ന പൊറുക്കലിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കണം ഇനി അല്ലേ. തൗബ ചെയ്യാൻ പടച്ചോനോടാണ് തൗബ ചെയ്യേണ്ടത്. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, പടച്ചോനോടാണ് തൗബ ചെയ്യേണ്ടത്. പരിശുദ്ധ റസൂലിനോട് തൗബ ചെയ്യാൻ പറ്റുമോ? മാന്യ മഹാജനങ്ങളെ, സുന്യാളെ, നിങ്ങളെ സെബീനിയിൽ നിങ്ങൾ മങ്കൂസ് മൗലൂദ് ഓതലില്ലേ? അതിലിതാ പരിശുദ്ധ റസൂലിനോട് തൗബ ചെയ്യണ്. അത് ഇസ്ലാമിനെതിരാണ്, ദീനിനെതിരാണ്, മതത്തിനെതിരാണ്, ഖുർആനിനെതിരാണ്, സുന്നത്തിനെതിരാണ് എന്ന് ആക്രോശിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഖുർആൻ അറിയില്ല, സുന്നത്ത് അറിയില്ല, ഇസ്ലാം അറിയില്ല, ഇസ്ലാമിക ആദർശങ്ങൾ അറിയില്ല, വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ദോഷമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ അങ്ങയോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി. നബിയോട് അന്യായം പറയാൻ അല്ല, തൗബ ചെയ്യാൻ പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗബ ചെയ്യാവോ അഥവാ ചെയ്യാൻ പാടില്ലേ? ഇസ്ലാം എന്ത് പറയുന്നു? ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു? സുന്നത്ത് എന്ത് പഠിപ്പിക്കുന്നു? ബഹുമാനപ്പെട്ട തിരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി അതൂബു ഇലല്ലാഹി വ